ഹൈറേഞ്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടി എന്ന വാർത്ത നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. 212 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇഡി കണ്ടുകെട്ടിയത്. കമ്പനി ഉടമ പ്രതാപൻ, ഭാര്യ ശ്രീനി എന്നിവരെ പ്രതി ചേർത്തു. വിവരങ്ങളുമായി ശ്രീകാന്ത് അല്പസമയത്തിനകം ചേരുമെന്ന് പറഞ്ഞാൽ നേരത്തെ പോലീസൊക്കെ പറയുന്നത് കേരളത്തിൽ ഇതുവരെ കണ്ട തട്ടിപ്പുകളിൽ ഏറ്റവും വലിയ ഭീമാകാരമായ തട്ടിപ്പ് എന്നൊക്കെ പോലീസ് വിലയിരുത്തിയ ഒരു കേസാണ്. ഒരുപാട് പേർ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടിയെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 212 കോടി രൂപയുടെ സ്വത്താണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. കേരളം ഇതുവരെ കണ്ട വലിയ തട്ടിപ്പ് എന്ന് പോലീസ് അടക്കം വിലയിരുത്തിയ ഒരു കേസാണ്. ആയിരം കോടിക്കധികം മുകളിലുള്ള തട്ടിപ്പ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ അനിലക്കര അടക്കമുള്ളവർ ഈ കേസിന് പിന്നാലെയുണ്ട്. ഇ ഡിയിലേക്കും പോലീസിലേക്കും ഒക്കെ കേസുമായും കൂട്ടമായും ഒക്കെ ഉണ്ട്. ശ്യാംകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. ശ്യാം, 212 കോടിയുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ അളവല്ല. ശ്യാം, കേൾക്കാമോ? ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പിലാണ് വലിയ നടപടിയിലേക്ക്, ഒരു ബിഗ് നടപടിയിലേക്ക് ഇ ഡി കടന്നിരിക്കുന്നത്. 212 കോടിയുടെ ഉടമകളുടെ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നു ഇ ഡി. രണ്ടുപേരെയാണ് ഉടമ പ്രതാപൻ, ഭാര്യ ശ്രീനി. കമ്പനി ഉടമ പ്രതാപൻ, ഭാര്യ ശ്രീനി എന്നിവരാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. സജീഷ് ചോദിക്കുന്നു, സാർ ഞാനും ഹൈറിച്ചിൽ അംഗമാണ്, എന്താ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർ നേരത്തെയും അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങൾ ഹൈറിച്ചിൻ്റെ വാർത്ത വരുമ്പോഴൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരുപാട് പേർ അതിൽ അംഗങ്ങളാണ്. ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാം, 212 കോടി എന്ന് പറയുമ്പോൾ ആ കേസ് കുറച്ച് സീരിയസ് ആവുന്നു എന്നർത്ഥം കൂടിയുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അന്ന് GST പറഞ്ഞത് 1636 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി ഹൈറിച്ച് ഉടമകൾ എന്നുള്ളതായിരുന്നു. പിന്നീട് അതിന് ന്യായീകരണമാണെങ്കിലും ഇ ഡിയുടെ അന്വേഷണത്തിലും ഇവർ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തി. അതിലാണ് 212 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ ഇപ്പോൾ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടുപേരെയും, കമ്പനി ഉടമ പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവരെ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നു ഇ ഡി എന്നുള്ളതാണ്. 126 കോടി രൂപയുടെ മറ്റൊരു നികുതി വെട്ടിപ്പും ഇവരുടെ കണ്ടെത്തിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസികൾ വഴി പ്രതികൾ 482 കോടി രൂപ സമാഹരിച്ചുവെന്നും അത് വിദേശത്തേക്ക് കടത്തിയെന്നും ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ഇരുവർക്കുമേലും ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സ്വത്തുക്കൾ മരവിപ്പിച്ചുകൊണ്ട് ഇ ഡി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഒളിവിൽ പോയതിനു പിന്നാലെ ഇന്നലെ ഇവരുടെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പരിശോധന ഇ ഡി ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു. അതും സായുധ സേനയുടെ സഹായത്തോടെയായിരുന്നു ഈ പരിശോധനകളൊക്കെ നടത്തിയിരുന്നത്. അതിന് പിന്നാലെ വലിയ നടപടി ഉണ്ടാകുന്നു. 212 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നു. രണ്ടുപേരെയും, ഹൈറിച്ചിന്റെ ഉടമകളായ രണ്ടുപേരെയും പ്രതികളാക്കിക്കൊണ്ട് ഇ ഡി അടുത്ത നടപടികളിലേക്ക് പോയിരിക്കുന്നു. ഏതായാലും ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നിലാണ് സ്വത്ത് മരവിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ അന്വേഷണം മുന്നോട്ടൊക്കെ നീങ്ങുകയാണ്. പണം നഷ്ടപ്പെട്ടവർക്ക് പണം പെട്ടെന്ന് തിരികെ കിട്ടട്ടെ, കുറ്റക്കാരെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ.